പത്തനംതിട്ട അടൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അടൂർ സ്വദേശിനി ഷഹനയാണ് മരിച്ചത്. സ്റ്റെയർകേസിന്റെ പിടിയിൽ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ മരണസമയം വീട്ടിലുണ്ടായിരുന്ന സുഹൃത്ത് കസ്റ്റഡിയിലാണ്. അതേസമയം ഷഹനയുടേത് കൊലപാതകമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ? കുടുംബം പറയുന്നതനുസരിച്ച് ദുരൂഹത ആരോപിക്കുന്നുണ്ടല്ലോ ഈ യുവതിയുടെ കുടുംബം. ഈ സുഹൃത്തിൻ്റെ മൊഴിയിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, തിങ്കളാഴ്ച രാത്രിയാണ് അടൂർ പഴക്കോടുള്ള കോട്ടമുകൾ വീട്ടില് ഷഹനയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. അതിനുശേഷം പോലീസ് അയൽവാസികൾ അറിഞ്ഞതിനു ശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഈ വീട്ടിനുള്ളിൽ തന്നെ യുവതി തൂങ്ങി മരിച്ച വീട്ടിനുള്ളിൽ തന്നെ യുവതിയുടെ സുഹൃത്തും ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. അയാളെയാണ് പോലീസ് കസ്റ്റഡി എടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും ഷഹാനയുമായി അടുപ്പമുള്ള വ്യക്തിയാണ് ഈ സുഹൃത്തിനറിയാം. ഈ ഷഹാനയുടെ മൃതദേഹത്തിൽ തൂങ്ങി മരിച്ച മൃതദേഹത്തിൽ രക്തം വാർന്ന നിലയിലായിരുന്നു. ഈ സുഹൃത്തിന്റെ ദേഹത്തും രക്തമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഷഹാനയുടെ മരണം ഈ സുഹൃത്ത് കൊലപ്പെടുത്തിയതാകാമെന്നുള്ള ആരോപണമാണ് ഷഹാനയുടെ മാതാവ് അടക്കം ആരോപിക്കുന്നത്. അത്തരത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും വിശദമായി പോലീസ് ഇയാളെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഷഹാന 1 വർഷമായി ഭർത്താവുമായി പിരിഞ്ഞ് ഒരു കുട്ടിയുള്ള മാതാവാണ്. ഈ വീട് വെച്ച് ഇവിടെ താമസിക്കുന്നത്. അവിടെയാണ് ഈ സുഹൃത്തിനെയും കണ്ടെത്തിയത്. എന്തായാലും ഇവർ തമ്മിൽ ചില വഴക്കുകൾ, അതായത് ഇന്നലെ രാത്രി ചില വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടായതായി SP ചോദ്യം ചെയ്യലിൽ നൽകിയതായി SP മൊഴി നൽകി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ മൊഴിയിൽ നിന്നും അത്തരം വിവരങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് SP ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൊലപ്പെടുത്തിയതാകാമെന്നുള്ള നിഗമനമാണ്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിശദമായി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. തിങ്കളാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ഷഹനയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അതായത് വീടിന്റെ സ്റ്റെയർ കേസിനുള്ള ചേർന്ന പടിയിലാണ് ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. ഈ ബഹളം വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ ബഹളം കേട്ടുകൊണ്ട് ആളുകൾ ഓടിയെത്തുകയും പിന്നീടാണ് പോലീസിനെ വിവരം വിളിച്ച് അറിയിക്കുകയും പോലീസ് എത്തിയ ശേഷമാണ് ഈ യുവാവും ഈ വീട്ടിനുള്ളിൽ ഉള്ളതായി കണ്ടെത്തിയത്. അയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇതുവരെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ മനസ്സിലാക്കുന്നതനുസരിച്ച്, നേരത്തെ ശശിനാരായണൻ സൂചിപ്പിച്ചതനുസരിച്ച് ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം കുട്ടിയോടൊപ്പമാണ് ഇവർ താമസിക്കുന്നതാണ്. അതായത് ഈ മരണം നടക്കുന്ന സമയത്ത് ഈ ആൺസുഹൃത്ത് മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നോ, അതോ മറ്റാരെങ്കിലും ബന്ധുക്കളോ കുട്ടിയോ വീട്ടിലുണ്ടായിരുന്നോ ആ സമയത്ത്? ടോമി, ആൺസുഹൃത്ത് മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ അയൽവാസികൾ മൊഴി നൽകിയിട്ടുള്ളത്. അത് കാരണം ഈ വീട്ടിനുള്ളിൽ ചില ശബ്ദങ്ങൾ കേട്ടു. അത് കേട്ട് വീട്ടുകാർ അയൽവാസികൾ ഓടിയെത്തി വീട് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ ആൺസുഹൃത്താണ് വീട് തുറക്കുന്നത്. മരിച്ചു എന്ന് മാത്രമാണ് ഈ ആൺസുഹൃത്ത് ഈ അയൽവാസികളോട് പറഞ്ഞത്. തുടർന്ന് തന്നെ ഇയാളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നതിന് ശേഷമാണ് ഇയാളെ കസ്റ്റഡി എടുത്തത്. എന്തായാലും ഈ ഷഹാന ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. കാരണം യുവാവിനെ അവിടെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഒപ്പം ഈ ഷഹാനയുടെ മൃതദേഹത്തിൽ ഈ രക്തം വാർന്ന നിലയിലാണ്. അതുപോലെ തന്നെ ആ രക്തം തന്നെ ഈ യുവാവിന്റെ ദേഹത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപ്പെടുത്തിയതാകാമെന്നുള്ളൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായി ഈ വീട്ടിലുണ്ടായിരുന്ന യുവാവിനെ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം മാത്രമാണ് ലഭിച്ചതെന്നാണ് SP ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ SP വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും മരണകാരണം എന്താണ് എന്നുള്ള കാര്യം കൂടുതൽ. ഇരുവരും തമ്മിൽ ഒരു വഴിവിട്ട സൗഹൃദമായിരുന്നു, അതോ ലിവിങ് ടു ദ റിലേഷൻ ആയിരുന്നോ? ഇത് വീട്ടുകാർക്കൊക്കെ, അതായത് ഈ യുവതിയുടെ ബന്ധുക്കൾക്കൊക്കെ ഈ ബന്ധത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇരുവരും തമ്മിൽ എത്ര നാളായി ഈ അടുപ്പമുണ്ടായിരുന്നു? പിന്നീട് ഈ സ്ഥിരമായി പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. അതായത് ഇങ്ങനെ ഈ പ്രശ്നത്തിനിടയിലും ഈ ബന്ധത്തിൽ നിന്നും ഈ യുവതിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇവർക്ക് ദീർഘനാളുള്ള ബന്ധം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് സുഹൃത്ത് അവിടെ വീട്ടിൽ വരികയും എന്തായാലും അത്തരത്തില് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയൊക്കെ ചില പ്രശ്നങ്ങൾ തിങ്കളാഴ്ച രാത്രി ഉണ്ടായതായി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ
കൃത്യമായ ഒരു അടുപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം യുവതിയും കുഞ്ഞും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ്. അപ്പൊ അവിടെ ഈ യുവാവ് എത്തിയത് തന്നെ ഇത്തരം അവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത് കൃത്യമായ വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് തുടരുകയാണ്. ആ കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ തമ്മിൽ ഈ മരണമുണ്ടായ ദിവസം ഇവർ തമ്മിൽ സംസാരമുണ്ടായെന്നും തർക്കങ്ങളുണ്ടായെന്നും ഉള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് ഈ യുവാവ് തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ മരണം എന്ത് തരത്തിലാണ്, എങ്ങനെയാണ് മരണ കാരണം എന്ന കാര്യത്തിൽ തൂങ്ങി മരണമാണോ അതോ ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിൽ കൊലപാതകമാണോ എന്നുള്ള കാര്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുള്ളൂ എന്നതാണ് ആ പോലീസ് വ്യക്തമാക്കുന്നത്. ആ തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഏതായാലും വീട്ടുകാർ ആരോപിക്കുന്നത്, ഈ ഷഹനയുടെ അമ്മ മാതാവും ആരോപിക്കുന്നത് യുവാവ് ഈ യുവതിയെ, അതായത് ഷഹനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നുള്ള രീതിയിലാണ് മാതാവ് പ്രധാനമായും ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് പ്രധാനമായും നടത്തുന്നത്. എന്തായാലും ഒരു ദാരുണമായ സംഭവം, 31 വയസ്സ് മാത്രമേ ഉള്ളൂ ഷഹനയ്ക്ക്. അതായത് ബന്ധം വേർപെടുത്തിയ ശേഷം പിരിഞ്ഞ് ഭർത്താവിനുമായി വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ഒറ്റയ്ക്ക് താമസിക്കുക, കുട്ടിയുമായി 1 വയസ്സുള്ള കുട്ടിയാണുള്ളത്, കുട്ടിയുമായി താമസിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പോലീസിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ അയൽവാസികളും ഒക്കെ ഇക്കാര്യം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഏഴംകുളം സ്വദേശിയാണ്, അടൂർ ഏഴംകുളം സ്വദേശിയാണ് പോലീസിന്റെ കസ്റ്റഡിയുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കൃത്യമായൊരു വിവരം പോലീസ് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റുള്ള തുടർ നടപടികൾ നടക്കുക. ടോം. യെസ്, വ്യക്തമാണ്. പത്തനംതിട്ട അടൂരിലാണ് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് സംശയം. ആൺ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.